പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എറണാകുളം ജില്ലയിലെ ഒരു പ്രമുഖ CPM നേതാവും മുൻ MLA-യുമായ ശ്രീമൻ ജോൺ ഫെർണാണ്ടസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ജോൺ ഫെർണാണ്ടസ് ആംഗ്ലോ ഇന്ത്യൻ MLA ആയിരുന്നു. ഒരു തവണയല്ല, 2 തവണ. രണ്ടാമത്തെ തവണയായപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ മെമ്പർഷിപ്പ് എന്നുള്ളത് ക്യാൻസൽ ചെയ്തതോടുകൂടി രണ്ടാമത്തെ ടേം പൂർത്തിയാക്കാൻ ജോൺ ഫെർണാണ്ടസിന് കഴിഞ്ഞില്ല. ജോൺ ഫെർണാണ്ടസ് എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖ ഒരു CPM നേതാവാണ് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം CITU-വിൻ്റെ ജില്ലാ പ്രസിഡൻറ്റും CPM-ൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുമാണ്. ഈ ജോൺ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഈ മുൻ MLA, ഈ CPM-ൻ്റെ എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഈ നേതാവ് നടത്തിയ ഒരു പകൽ കൊള്ളയെക്കുറിച്ചിട്ടായിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ബാല്യകാല സതീർത്ഥ്യൻ തുടങ്ങിയ ഒരു കച്ചവട സ്ഥാപനത്തിൽ നിന്ന് ഏതാണ്ട് 10-40 ലക്ഷം രൂപയുടെ യന്ത്രസാമഗ്രികൾ, അലക്ക് യന്ത്രസാമഗ്രികൾ 10-40 ലക്ഷം രൂപയുടെ ഇയാൾ അടിച്ചുകൊണ്ട് പോയി ഇയാളുടെ ഭാര്യ സഹോദരൻ്റെ പേരിൽ അങ്കമാലിക്കടുത്ത് മേക്കാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു അലക്ക് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് എൻ്റെ ആ വീഡിയോ. അത് ഞാൻ ആ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ വേണുഗോപാൽ നായർ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ബാല്യകാല സുഹൃത്ത്, ദീർഘകാലം കേന്ദ്ര ഗവൺമെൻറ്റിലൊക്കെ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന സമ്പാദ്യമായിട്ടുള്ള 40 ലക്ഷം പിന്നെ ഒരു 10 ലക്ഷം എല്ലാം കൂടെ ചേർത്തുണ്ടാക്കിയതായിരുന്നു. അത് ഇയാളെ പച്ചയ്ക്ക് അങ്ങ് കൊള്ള ചെയ്തങ്ങ് കൊണ്ടുപോയി. അതാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചത്. അയാൾ CITU-വിൻ്റെ ജില്ലാ പ്രസിഡൻറ്റും കൂടെ ആയതുകൊണ്ട് CITU തൊഴിലാളികളെ കൊണ്ട് രായ്ക്ക് രാമാനം ആ യന്ത്രസാമഗ്രികൾ ഈ വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ അറിയാതെ കൊള്ളയടിച്ച് കൊണ്ടുപോയി അയാളുടെ ഭാര്യ സഹോദരൻ എന്തോ ജോൺസൺ എന്ന് കണ്ടാണെന്ന് അയാളുടെ പേരെന്ന് തോന്നുന്നു അവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ ഒരു അലക്ക് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചില ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പം പുറകിൽ കാണുന്നത്. മേക്കാട് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കൊള്ളയെക്കുറിച്ചിട്ട് ഞാൻ ഏതാണ്ട് 1-2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് എറണാകുളത്ത് വളരെ വ്യാപകമായിട്ടുള്ള ചർച്ചയ്ക്ക് വിഷയീഭവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവിടുത്തെ പാർട്ടി അണികളൊക്കെ വലിയതോലും ഞെട്ടിപ്പോയി. കാരണം അവരുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവാണല്ലോ ഈ പെരുംകൊള്ള, ഈ പച്ചക്കൊള്ള, ഈ പകൽക്കൊള്ള നടത്തിയിരിക്കുന്നത്. ഒരു പാവപ്പെട്ടവൻ്റെ 10-40 ലക്ഷം രൂപയുടെ യന്ത്രസാമഗ്രികൾ കൊള്ളയടിച്ചു കൊണ്ടുപോവുകയാണ് ഇയാൾ. അപ്പോൾ അതിനെക്കുറിച്ച് അയാൾ എല്ലായിടത്തും പരാതി കൊടുത്തു. നമുക്കറിയാമല്ലോ, പരാതി കൊടുത്തു കഴിഞ്ഞാൽ CPM നേതാവിനെതിരെ പരാതി കൊടുത്താൽ എന്ത് സംഭവിക്കുന്നു? പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൊടുത്തു, ഒരു പുല്ലും സംഭവിച്ചില്ല. പോലീസിന് പരാതി കൊടുത്തു, ഒരു പുല്ലും സംഭവിച്ചില്ല. മന്ത്രി P. രാജീവിന് പരാതി കൊടുത്തു, ഒരു പുല്ലും സംഭവിച്ചു. കാരണം ഇവരെല്ലാം ഈ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. പാവപ്പെട്ടവൻ ഇപ്പോൾ എന്തോ കേസ് കൊടുത്തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ജോൺ ഫെർണാണ്ടസ് പറഞ്ഞ ഈ നേതാവ് കൊള്ള മാത്രമല്ല, അയാൾ കൊള്ളയടി മാത്രമല്ല, അയാളൊരു കൊള്ളക്കാരൻ മാത്രമല്ല, അയാൾ നല്ല രീതിയിൽ അനധികൃത സ്വത്ത് സമ്പാദിക്കുക കൂടി ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം എന്നതാണ് ഞാൻ തെളിയിക്കാൻ പോകുന്നത്. നമുക്കറിയാം, അയാൾ MLA ആയിരുന്നു. അയാളുടെ ഭാര്യ ഏതൊരു സ്കൂളിൽ ജോലി ചെയ്യായിരുന്നു, അവർ റിട്ടയർ ചെയ്തു. അപ്പോൾ MLA പെൻഷനും ഇയാളുടെ ഭാര്യയുടെ ശമ്പളം എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു 10-60,000 രൂപ ഒരു മാസം അയാൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും അയാൾക്ക് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ അങ്ങനെ 60,000 രൂപ ശമ്പളമുള്ള അയാളുടെ ഇളയ മകൾ അന്ന അനഘ ജോൺ ഫെർണാണ്ടസിനെ വയനാട് ഉള്ള ഡോക്ടർ മൂപ്പൻസിൻ്റെ വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ MBBS ചേർത്തു. മാനേജ്മെൻറ്റ് കോട്ടയിലാണ് എന്നുള്ളത് അറിയാമല്ലോ. അവിടെ ചേർത്തു. അവരിപ്പോൾ അവിടുന്ന് പഠിച്ച് ഈ അനഘ ജോൺ ഫെർണാണ്ടസ് അവിടുന്ന് പഠിച്ച് പാസ്സായി എന്നാണ് ഞാൻ അറിയുന്നത്. അതിൻ്റെ ചിത്രമാണ് പുറകിൽ, അവരുടെ ബിരുദദാനത്തിൻ്റെ ചിത്രമാണ് ഇപ്പോൾ പുറകിൽ കാണുന്നത്. അവരവിടുന്ന് പാസ്സായി മാനേജ്മെൻറ്റ് കോട്ടയിലാണ് ജോലി MBBS അഡ്മിഷൻ മേടിച്ചത്. ഏതാണ്ട് ഒരു 1 കോടി രൂപയ്ക്കടുത്ത് അതിൻ്റെ ക്യാപിറ്റേഷൻ ഫീസ് 50-60 ലക്ഷം രൂപയോ മറ്റാണ്. അത് കഴിഞ്ഞ് പഠനത്തെല്ലാം കൂടെ ചേർത്ത് ഈ ജോൺ ഫെർണാണ്ടസ് പറഞ്ഞ ഈ CPM-ൻ്റെ മുൻ MLA-ക്ക് 60,000-65,000 രൂപ മാത്രം വരുമാനമുള്ള ഇയാളുടെ മകളെ അവിടെ പഠിപ്പിക്കാൻ വേണ്ടി അതിൽ 1 കോടി രൂപയ്ക്കടുത്ത് അയാൾക്ക് ചിലവായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് എവിടെ നിന്നാണ് പണം എന്നുള്ളത് അയാൾ പാർട്ടിയോട് വിശദീകരിച്ചിട്ടുണ്ട് എന്നും എനിക്ക് തോന്നുന്നില്ല. പാർട്ടിക്ക് അയാൾ കൊടുത്ത കണക്കിലൊന്നും ഇത് ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള വിവരവും എനിക്കില്ല. അപ്പോൾ അത് ഒന്ന്. അതുകൂടാതെ മൊത്തം വീടിൻ്റെ ചിലവ് കാര്യങ്ങൾ, അതുകൂടാതെ വളരെ പ്രീമിയർ മോഡലായിട്ടുള്ളൊരു കാറും അയാൾക്കുണ്ട് എന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനും ഈ പറഞ്ഞ പോലെ പണം തിരിച്ചടവുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് മകളെ ഈ വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡോക്ടർ മൂപ്പൻസിൻ്റെ അവിടെ പഠിപ്പിച്ചതിൻ്റെ ചിലവ് ഏതാണ്ട് ₹1 കോടി അടുത്ത്. ആ സമ്പത്ത് എവിടെയാണെന്നുള്ളത്, എവിടെ നിന്നാണ് അയാൾ കണ്ടുപിടിച്ചതെന്നുള്ളത് ആർക്കും അറിയില്ല. 2, അയാൾ എറണാകുളത്ത് എടക്കൊച്ചി പാമ്പായി മൂലയിൽ ഒരു 3 നില വീട് അദ്ദേഹം പണിതിട്ടുണ്ട്. ഏതാണ്ടൊരു 3 നില വീട്. ഒരു രമ്യ ഹർമ്മ്യം, അതായത് ഈ മുൻ MLA ഈ CI2-ൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള ജോൺ ഫെർണാണ്ടസ്. ആ രമ്യ ഹർമ്മത്തിൻ്റെ ചെറിയൊരു വിഷ്വൽ നമുക്ക് ഇനി ഒന്ന് കാണാം. അപ്പോൾ ആ രമ്യ ഹർമ്മത്തിൻ്റെ വിഷ്വൽ നമ്മളിപ്പോൾ കണ്ടല്ലോ. അതിനും ഏതാണ്ടൊരു ₹1 കോടി അടുത്ത് ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഏതാണ്ടൊരു ₹2 കോടി അടുത്ത് ഉള്ള സമ്പത്ത് ഇയാൾക്കുണ്ട്. അത് അനധികൃത സ്വത്ത് സമ്പാദനമാണ് എന്നാണ് അവിടെയുള്ള പാർട്ടി സഹാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ഒന്ന്, അയാളുടെ മകളെ ഏതാണ്ട് ₹1 കോടി അടുത്ത് പണം കൊടുത്ത് പഠിപ്പിച്ച് പുറത്തിറക്കിയത് മാനേജ്മെൻറ്റ് കോട്ടയിൽ. 2, ഏതാണ്ട് ₹1 കോടി അടുത്തുള്ള ഒരു വലിയ രമ്യ ഹർമ്മ്യം. പിന്നെ കാറ് കാര്യങ്ങളൊക്കെ വേറെ. അപ്പോൾ ഇതാണ് ഈ ജോൺ ഫെർണാണ്ടസിൻ്റെ സ്വത്ത്. ഇത് അനധികൃത സ്വത്ത് സമ്പാദനമാണ് എന്ന് വ്യാപകമായിട്ടുള്ള ചർച്ച എറണാകുളം പാർട്ടിക്കകത്ത് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ജോൺ ഫെർണാണ്ടസ് ആരാണ്? ജോൺ ഫെർണാണ്ടസ് ഒരു കൊള്ളക്കാരൻ മാത്രമല്ല. ജോൺ ഫെർണാണ്ടസിൻ്റെ പണി കൊള്ളയടി മാത്രമല്ല, അനധികൃത സ്വത്ത് സമ്പാദനവും ജോൺ ഫെർണാണ്ടസിൻ്റെ ഒരു പ്രവർത്തന രീതിയാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അയാളൊരു CI2-ൻ്റെ ഒരു ജില്ലാ പ്രസിഡന്റ് മാത്രമാണ്. അയാളൊന്നും വലിയൊരു ഇടനില നേതാവ് മാത്രമാണ്. അയാൾ സംസ്ഥാന കമ്മിറ്റിയിലൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അയാളൊരു ജില്ലാ നേതാവ് മാത്രമാണ്. അയാൾ CPM-ൻ്റെ എറണാകുളം ജില്ലയിലെ സെക്രട്ടേറിയറ്റ് മെമ്പർ മാത്രമാണ്. അപ്പോൾ ഒരു ജില്ലാ പ്രസിഡന്റും ഒരു സെക്രട്ടേറിയറ്റ് മെമ്പറും ഒരു MLA പെൻഷനൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഇയാൾ പോലും ഏതാണ്ടൊരു ₹2 കോടി അടുത്ത് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ CPM-നകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെ ഒരു നിലവാരം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വേറെ പലരുമൊക്കെ അതുപോലെ സ്വത്ത് സമ്പാദിക്കും. പക്ഷേ അവരെയൊക്കെ കടത്തി വിട്ടിരിക്കണം. ജില്ലാ ലെവലിൽ തന്നെ പ്രവർത്തിച്ചാലും ഇത്രയും സ്വത്ത് സമ്പാദിക്കാം എന്നിപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇയാളൊരു കൊള്ളക്കാരനാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് 40 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയത്. കൊള്ളക്കാരൻ മാത്രമല്ല, ഒരു അനധികൃത സ്വത്ത് സമ്പാദനം നടത്തുന്ന ആളാണെന്ന് കൂടി ഉള്ളതിൻ്റെ തെളിവുകളാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിലെ പാർട്ടി സഖാക്കൾ ഇതൊന്ന് കൺകുളിർക്കെ കാണണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ കൊള്ളയും ഈ അനധികൃത സ്വത്ത് സമ്പാദനവുമൊക്കെ ആ പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ ധൈര്യപൂർവ്വം നിങ്ങൾ ഒന്ന് അവതരിപ്പിക്കണം. ഇതിന്മേലൊരു തീരുമാനം നിങ്ങൾ ഈ സമ്മേളനത്തിൽ ഉണ്ടാക്കിക്കണം എന്നാണ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഒരാളാണെങ്കിൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് എറണാകുളം ജില്ലയിലെ പാർട്ടി സഖാക്കളോട് പറയാനുള്ളത്. ഇത് കേരളത്തിലാകെയുള്ള പാർട്ടി സഖാക്കളും കേരളത്തിലാകെയുള്ള ജനങ്ങളും ഇതൊന്ന് കാണുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ജില്ലാ നേതാവിൻ്റെ പേരും കൊള്ളയും അദ്ദേഹത്തിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനം, ഇതിൻ്റെ രണ്ടിൻ്റെയും ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിലൂടെയും ഈ വീഡിയോയിലൂടെയും എൻ്റെ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കുന്നത്.